ആരാ അറിയാമോ? ഏതൊരു ഡിപ്പാർട്ട്മെന്റ്? സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം? 4 വർഷം മുന്നേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് നിയമ കമ്മീഷൻ? എന്ന് പറയുന്ന വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാരിന് വർക്ക് ചെയ്യുന്നത് അറിയോ? അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനാണെങ്കിലും സെക്സ് എപ്പോഴും സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക. എന്തും അത് എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഇക്കണ്ട ആൺകുട്ടികൾക്ക് ഇടയിൽ പെൺകുട്ടി ഇരിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് തരില്ലേ? ഇക്കണ്ട പെൺകുട്ടികൾക്ക് ഇടയിൽ ആൺകുട്ടി പോയിട്ട് ഇരിക്കുവോ? ഞാനെങ്കിൽ എനിക്ക് വരെയാണ്. എനിക്ക് കുറച്ച് നേരം കൂടുതലാ. നിങ്ങൾക്കുണ്ട തീരെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങളുടെ ഭൂമി ഒന്ന് ജനിച്ചതും ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പം സാമൂഹികപരമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഷൈജേട്ടന്റെ ഒരു പ്രസന്റ് ഉണ്ടാവാറുണ്ട്. അതായത് സംസ്ഥാനത്തില് വൈറൽ കണ്ടന്റുകൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പത്തെ കത്തി നീക്കുന്ന വിഷയത്തില് ഹേമ കമ്മിറ്റി നമ്മുടെ വയനാട് അത് വെള്ളമല്ലേ വെള്ളം പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും എത്രയോ ആൾക്കാരെ ഉള്ളിപ്പെട്ടു. അവിടെ മരിച്ചവർക്കും വീടാർക്കൊന്നും തെറ്റായിട്ടില്ല. കാര്യങ്ങളൊന്നും തെറ്റായിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് വേറെ കത്തി പിടിക്കുന്ന വിഷയം ബാക്കിയുള്ളവരുടെ ഈ മരി എടുക്കാന്ന കഥകൾ അല്ലെ? അതിന്റെ പിന്നാലെ കാണിക്കുമ്പോ കത്തിപ്പിടുത്തം. ഒന്നെങ്കിൽ അത് സംസാരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നേ. നമുക്ക് മാത്രം ഇല്ലാത്തതും അവർക്ക് മാത്രം ഉള്ളതായിട്ടുള്ള കാര്യമല്ലല്ലോ അല്ലേ? അത് ഒരൊറ്റ പ്രൊഫഷനിൽ മാത്രമുള്ള കാര്യമാണോ? അല്ലല്ലോ. അല്ല. എന്നാലും ആരുടെ അമ്മയ്ക്ക് പിടിക്കുന്നത് കാണാൻ നല്ല ചെയ്യലെന്നുള്ള പറഞ്ഞ പോലെ അല്ലേ? അതിനെ കാണാൻ വലിയ വിഷയമായിട്ടാണോ അത് തോന്നണം? ആണോ? സിനിമയിലാകുമ്പോ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു അറിയാനൊരു ആഗ്രഹം. ബാക്കിയുള്ളവർ അറിയുന്ന ആൾക്കാരാകുമ്പോ അത് പറയാനും സംസാരിക്കാനും കുറച്ചും കൂടി വലിയ വിഷയവും അല്ലേ? അല്ലാതെ ഇത് അതിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കും. ആണോ? സിനിമയിൽ മാത്രമുള്ള കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏത് കമ്മീഷനാണെങ്കിലും അല്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിലും ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യമല്ലേ അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ലോ. അതിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു. അതായത് ഒരു കൈവീശി ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ പെൺകുട്ടി ശരിക്കും ആൺകുട്ടികൾക്ക് അത്ര ധൈര്യമുള്ളൂ അല്ലേ? ഇവിടെ ഇക്കണ്ട ആൺകുട്ടികൾക്ക് ഇടയിൽ പെൺകുട്ടി ഇരിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ധൈര്യമില്ലേ? ഇക്കണ്ട പെൺകുട്ടികൾക്ക് ഇടയിൽ ആൺകുട്ടി പോയിട്ട് ഇരിക്കുവോ? ഞാനെങ്കിൽ എനിക്ക് വരെയാണ്. അവരൊന്നും ചെയ്തിട്ടല്ല. നമുക്ക് അതിനുള്ള കട്ട്സ് ഇല്ല. അപ്പൊ ഈ പെൺകുട്ടി ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ പെൺകുട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ? പെൺകുട്ടികൾ വരണ്ടാവും നമ്മൾ പറയില്ല. അവര് വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലം. പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം. അത് സ്കൂളിൽ എല്ലാ സ്കൂളും മിക്സഡ് ആകണമെന്ന് പറയാൻ അതില്ലാത്തത് കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി വേർതിരിച്ചിരുത്തുന്നത് കൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് സംസാരിച്ച് ഇടപഴകി എന്ന് പറയുന്നത് കൊണ്ടുമാണ് ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിന് അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ? ഇത് ആൺകുട്ടി പെൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലേ? ഒരു ചെറുപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ. അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോഴുള്ള ചൂരൽപ്പടി നമ്മൾ ഇറങ്ങും. മറ്റേ മൈൻഡൊക്കെ കാഴ്ചക്കാരൻ കണ്ണിലാണ് പ്രശ്നം, മനസ്സിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ അല്ലേ? അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല. ആണിന് പെണ്ണിനെ അറിയാം, പെണ്ണിന് ആണിനെ അറിയാം. ഇത് ആണിന് പെണ്ണിനെ നോക്കാൻ പാടില്ല, പെണ്ണ് ആണിനെ നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞില്ല. അവരാണ് ആദ്യം തന്നെ ചെയ്തു നോക്കുക. അങ്ങനെയല്ല, നീ ആ പഴം തിന്നലെന്ന് പറഞ്ഞു ആദ്യം ആ പഴം ആണോ? ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലാ പഴം തിന്നിരുന്നോ? ഇതൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നമ്മുടെ ഇടയിൽ ആരും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും പറയില്ല. കാരണം എന്താ? നമ്മൾ പറയാൻ പാടുമോ? ഇതെങ്ങനെ മാറ്റാം എന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാരെ ബാധിക്കരുതോ മോശമായിട്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും ഇവരെതിർക്കുന്നതും കത്തിരോഷാകുലരാകുന്നതും അല്ലേ? ഇത് വീണ്ടും ഉണ്ടാവണം, ഇതിൽ കൂടുതൽ ഉണ്ടാവണം വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ ഭരിക്കണവരെ പിടിച്ചിട്ട് കാര്യണ്ട. ഇതിന്റെ ഒക്കെ ഉത്ഭവത്തിന് പോയി പിടിക്കണ്ടേ? അത് പിടിക്കാനുള്ള ആർക്കാ ധൈര്യമുള്ളത്? ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ ധൈര്യം? എന്നിട്ട് ഈ വരുന്ന പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുവോ? നിൽക്കണം താല്പര്യത്തോട് കൂടിയിട്ടാണ് ചെയ്യണമെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണം? ഇനിയുള്ളത് കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്നത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, എന്താണ് അവയവങ്ങൾ, എന്താണ് ഒരു പരിപാടികൾ, എന്തൊക്കെയാണ്, ഇതെന്താണ് സെക്സ്.
What is sex? Who is talking about sex here now? Nobody is talking about sex. ഒരാൾ ഒരു കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ല നമ്മളൊക്കെ. അപ്പോൾ നിങ്ങൾ ചിരിച്ചു. ഞാൻ ഇതിനും ഡയറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത കാരണമാണ് നിങ്ങളുടെ മുഖത്തേക്ക്. ഈ കളിക്കാൻ അറിയാത്തവരും കളി നടത്താൻ അറിയാത്തവരും ഉള്ള കഴപ്പ് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അതിന് വേണ്ട വിധത്തിൽ മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സന്തോഷത്തോടുകൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്കും സന്തോഷം അനുഭവിക്കുക അല്ലേ? പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പം സിനിമ മേഖല മാത്രമല്ല, ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ അടുക്കുകയും പിന്നീട് ശാരീരികബന്ധം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോ ഇവര് അതൊരു പീഡനമാക്കി അതാണ് ഇവിടുത്തെ മെയിൻ പീഡനങ്ങളുടെ കേസ് അല്ലേ? അതെന്താ അതും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. ഇപ്പോഴും നമ്മൾ സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക, മറ്റൊന്നിനു വേണ്ടി ചെയ്യാതിരിക്കുക. അത് പണത്തിനാണെങ്കിലും പവറിനാണെങ്കിലും സ്ഥാനത്തിനാണെങ്കിലും അല്ലേ? അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനാണെങ്കിലും സെക്സ് എപ്പോഴും സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക. എന്തും അത് എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ അവനത് നഷ്ടപ്പെടും. കുറച്ച് കഴിഞ്ഞിട്ട് തോന്നും അങ്ങനെ ചെയ്തു പോയി അതിനെ കുറിച്ച് നിങ്ങൾ ചുറ്റു പോകുന്നുണ്ടോ? തെറ്റായി പോയി എന്നാൽ തെറ്റാണ്. അപ്പോൾ തെറ്റല്ലാത്ത രീതിയിൽ അതിനു വേണ്ടി ചെയ്യുക. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഒരാളെ മാത്രം കല്ലെറിയാൻ പറ്റില്ല, ഒരു മകനിക്ക് മാത്രം. വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള സംസാരം, പ്രശ്നക്കാരനും പ്രശ്നക്കാരിയുമാണ് നമ്മുടെ ചർച്ച അല്ലേ? ഒരു എനർജിനെ കുറിച്ചുള്ള സംസാരത്തിൽ ആരെ കുറിച്ചാണ് കൂടുതൽ വന്ന പേര്? ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ നാട്ടില്? അപ്പൊ ഏത് പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹെൽത്തി ഡിസ്കഷൻസ്. പ്രശ്നകാരിനെയല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആരാൾക്കറിയാമോ ഏത് ഡിപ്പാർട്ട്മെന്റ്? സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അവർ വർക്ക് ചെയ്യണം? 4 വർഷം മുന്നേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്? നിയമ കമ്മീഷൻ എന്ന് പറയുന്ന വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാരിന് വർക്ക് ചെയ്യുന്നത് അറിയോ? എന്തുവേണം സർക്കാർ അവരെ കമ്മീഷനിൽ ഏർപ്പാടാക്കിയത്? ഇവിടെ പ്രോസസ് ചെയ്യണം. അവർ വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സാധാരണക്കാരുടെ ഡെയിലി ജീവിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താ പറഞ്ഞോ പറഞ്ഞോട്ടോ. ഗൂഗിളൊക്കെ തപ്പിക്കോ. ഗൂഗിൾ തപ്പിയിട്ട് കിട്ടുന്നില്ലേ? ഞാൻ ഒരു കമ്മീഷൻ അപ്പുറത്തേക്ക് കിട്ടാൻ അല്ല ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അവര് ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്നു. അപ്പൊ അമ്മയിലുള്ള അംഗമാണ് ഷൈൻ ചേട്ടൻ. അപ്പൊ ഷൈൻ ചേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു അന്വേഷണം അമ്മയും സംഘടനയിലുള്ള അവരെന്ന് പറയുന്നത് 99% ആളുകളുടെ അടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ആരടുത്തും അന്വേഷിക്കാതെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണ്ട എന്റെ മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ? ഇതൊക്കെ ശരിക്കും റിപ്പോർട്ട് വായിച്ചു എന്നാലും ഉച്ച നേരം വായിക്കായിരുന്നു റിപ്പോർട്ട് എവിടെ എല്ലാവർക്കും വരും. നെറ്റ് കിട്ടുന്ന ആരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പകുതി പഠിച്ചോണ്ടിരിക്കും. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരിക്കണം? എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ ആരൊക്കെ വായിച്ചേ? മൊത്തം അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ പറഞ്ഞിരിക്കണം? ഇവര് കൃത്യമായിട്ട് ഒരു പേര് പറയാതെ ഇന്ന സംഭവങ്ങൾ മാത്രം ഉണ്ടെന്ന് പറയുന്നത് അത് ശരിയായ അപ്പൊ തന്നെ
സംഭവത്തിൽ അത് കൃത്യമായി നടന്നിട്ടുണ്ടെന്നപ്പോ ഉറപ്പുണ്ടാവും. അവരാരുടെയും പേര് പറയാതെ അവരാരുടെയും പേര് പറയാതെ ഒരു കൂട്ടുണ്ടാക്കി അവരോട് പോയി ചോദിക്കുക ആരൊക്കെ പേര് അവര് മറച്ചു വെച്ചിരിക്കണേ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം മക്കളെ? ഷൈൻചേട്ടൻ അമ്മയിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് അമ്മ സംഘടന എന്നാണ് പറയുന്നത്. സോറി ക്ഷമിച്ചിരിക്കണം. എവിടെ വരുന്നത്? ഉണ്ട് ആരാ വെടിവെക്കുന്നത്? ഞാൻ വെടിവെക്കുന്നില്ല പടത്തില്. ഞാൻ വെച്ച വെടിയല്ല. അതാണ് പറഞ്ഞത്. ആരും കാണുമ്പോഴും കേൾക്കുമ്പോഴും വ്യക്തത ഉണ്ടായിരിക്കും. ദീപ്തി വെച്ച വെടിയാ. അത് അതിനു മുന്നേ ബാംഗ്ലൂർ റൈഫിൾ ക്ലബിൽ നിന്ന് ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയവനാണ്. അത് അവിടെ ഞാൻ വെടിവെക്കുന്നില്ല. വേണ്ടി വെടിവെക്കുന്നതാണല്ലോ. നീ എങ്ങനെ ഓടിയാലും ഞാൻ എന്റെ വെടി വെച്ചിട്ട് തല വെടി വെച്ചിട്ടൊന്നും വെടിവെച്ചിട്ടില്ല. ഇങ്ങനെയാ നിങ്ങള് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു പറയേണ്ട പേര്. അതെ, ആ പടത്തിൽ ഞാൻ വെടിവെക്കുന്നില്ല. തോക്കെടുത്ത് കൈപിടിച്ചുള്ളൂ. വെടിവെച്ചത് ദീപ്തിയാ. അതാണ് സോഫയിൽ കൊള്ളുന്നത്. ഇറ്റലിയിൽ നിന്ന് വാങ്ങിയ സോഫ. നന്നായി മനസ്സിലായി. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ സിനിമകളില് ഷൈൻചേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്, അതുപോലെ തന്നെ ഇപ്പം വൈറൽ, അതായത് ഒരു ആൾക്കാർക്ക് പെട്ടെന്ന്, അതായത് കുറച്ചൊരു ഞരമ്പ് രോഗികൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് കൂടുതലായിട്ട്. അതിപ്പോ വിവേകാനന്ദൻ വൈറലാണ്. അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ സിനിമയും ആ ഒരു ചെറിയ ഉണ്ടെന്ന് പറയുന്നു. ചെറിയ കൂടുതലായിട്ട് അങ്ങനെയുള്ള കൺസെപ്റ്റ്, ഒരു കഥ ഇങ്ങനെ വരുന്നത് കൂടുതലായിട്ട് സമൂഹത്തിൽ ഉണ്ടാവുന്ന കാരണമായിരിക്കും. എനിക്ക് മാത്രം ഉണ്ടാവുന്നതല്ലല്ലോ. അല്ല, ഷൈൻചേട്ടൻ കൂടുതലായിട്ട് ആ ടൈപ്പ് കഥ എടുക്കുന്നതുകൊണ്ടുള്ള എനിക്ക് കുറച്ച് നേരം കൂടുതലാ. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് തീരെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ ഭൂമിയിൽ ഒന്ന് ജനിച്ചതും ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഞരമ്പ് രോഗം എന്ന് പറയുന്നത് പുറത്തുള്ളവർ പറഞ്ഞതല്ലേ? ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനത്തെ കഥകൾ വരുന്നതും. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു നാട്ടില് ഭേദമന്യേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങനെ കാണിക്കണം ഡാൻസ് സ്റ്റെപ്പാണ്. അതൊരു അശ്ലീലമായിട്ടുള്ള ഒരു സാധനല്ലേ ആക്ച്വലി. ആ സീക്വൻസ് എല്ലാവരും എൻജോയ് ചെയ്തതാ അല്ലേ? ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും എന്താണെങ്കിലും. ഞാൻ എന്റെ തിയേറ്റർ അനുഭവങ്ങളില് ഈ ദ്വയാർത്ഥങ്ങൾ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ളത് പദപ്രയോഗങ്ങൾ ഫണ്ണി ആയിട്ട് അവതരിപ്പിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് എല്ലാവരും ഉള്ളൊരു സംഭവം. അത് അങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല, മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ കഥകളും അങ്ങനത്തെ കഥാപാത്രങ്ങളും വരുമ്പോ ഇങ്ങനത്തെ ചോദ്യം വരേണ്ട കാര്യം എന്താ? അപ്പൊ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ചോദ്യം കൊണ്ട് കൂടുതലായിട്ട് അങ്ങനെ കഥാപാത്രങ്ങൾ വരുന്നതിന്റെ കാരണം അങ്ങനെ ആളുകൾക്ക് കൂടുതലായിട്ട് അത് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. ചോദിക്കുമ്പോ നിങ്ങൾ സ്കൂളാക്കിയതിനായിട്ട് ചോദിക്കണം അല്ലേ? നമ്മളൊക്കെ അതുണ്ടായി വന്നിട്ടില്ലല്ലേ ഒരു തരം അല്ലേ? അല്ലാതെ മരത്തുനിന്ന് കുറച്ചൊന്നും കൊണ്ടുപോകുന്ന വിജയിക്കല്ലോ നമ്മളൊക്കെ. ആണോ? രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായോന്നല്ലേ നമ്മളെല്ലാം അല്ലേ? അല്ലേ? ഷൈൻചേട്ടൻ ഇപ്പം എല്ലാരും മോസ്റ്റ് എവൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് മമ്മൂക്കയുടെ ബസൂക്ക. അതിന്റെ ടീസർ പുറത്തു വന്നപ്പോ തന്നെ അത് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ പുതിയ എന്തോ സംഭവമാണെന്ന രീതിയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അതിന്റെ കഥ ക്ലൈമാക്സും കാര്യങ്ങളും പറയാൻ വരുന്നത് അല്ല, ടീസറിൽ നമ്മൾ ഷൈൻചേട്ടനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ടീസറിലില്ല, അതുകൊണ്ടാണ് പടത്തിലുണ്ടോ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷൈൻ ടോം ചാക്കോയെ നമുക്ക് കാണാൻ. ഞാൻ തന്നെ ആയിരിക്കും എന്റെ കണ്ണും മാറ്റി ഇങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്തിട്ട് വരാൻ പറ്റില്ല. കാലിന്റെ സ്ഥലത്ത് കൈ വെച്ചിട്ട് ഈ ഉള്ള സ്ഥലം തന്നെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ഭയങ്കര വ്യത്യസ്തമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലായത്? ആ ഫിലിം തന്നെ കുറച്ച് മേക്കിംഗ് സ്റ്റൈലൊക്കെ ഞാൻ കുറച്ചോളൂ, വളരെ കുറച്ചോളൂ അല്ലേ? വളരെ
ബസൂക്കയില്